കോഴിക്കോട് വീടിന് മുകളിൽ മരം വീണു. താമരശ്ശേരി കട്ടിപ്പാറ ഈച്ചമൽ കേളൻമൂലയിൽ ഹരീഷിന്റെ വീടിന് മുകളിലാണ് മരം വീണത്. വീടിന് കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ എന്താണ് അവിടെ സംഭവിച്ചത് എന്നുള്ള കൂടുതൽ കാര്യങ്ങൾ ഇംതിയാസ് പറയും. ഇംതിയാസ്, എപ്പോഴാണ് ഈ മരം വീണത്? എന്തൊക്കെയാണ് നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുള്ളത്? ജയലക്ഷ്മി, ഇന്നലെ രാത്രിയിൽ തന്നെയാണ് താമരശ്ശേരിയിൽ ഇങ്ങനെ മരം വീണ് വീടിന് കേടുപാടുകൾ സംഭവിക്കുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായത്. രാത്രിയിൽ നല്ല കാറ്റും മഴയും ഒക്കെ ഇന്നലെ രാത്രിയിൽ ഉണ്ടായിരുന്നു. ആ മഴയിലാണ് വീടിന്റെ മുകളിലേക്ക് ഈമച്ചൻ കേളൻമൂലയിലാണ് ഹരീഷിന്റെ വീടിന്റെ മുകളിലാണ് ഈ രീതിയിൽ മരം വീണത്. വീടിന്റെ ഒരു ഭാഗം ഓടിട്ട വീടാണ്. വീടിന്റെ ഒരു ഭാഗം തകർന്നിട്ടുമുണ്ട്. ഇന്നലെ അർദ്ധരാത്രിയോ ഒക്കെ അതിശക്തമായ കാറ്റോട് കൂടിയ മഴ തന്നെയാണ് പെയ്തിരുന്നതെങ്കിൽ ഇന്ന് രാവിലെ വരുമ്പോൾ മഴക്കൽപ്പം ശമനമുണ്ട് എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. 6 മണി വരെ കാര്യമായ രീതിയിൽ മഴ പെയ്തിരുന്നു. എന്നാൽ ഒരു 7 മണി തൊട്ട് ഇപ്പോൾ മഴ അല്പം മാറി നിൽക്കുന്ന സ്ഥിതിവിശേഷം തന്നെയാണ് കോഴിക്കോട് ജില്ലയിൽ ഒട്ടാകെ ഉള്ളത്. എന്നാൽ മലയോര മേഖലയിലൊക്കെ ജാഗ്രതാ നിർദ്ദേശം അതേപടി തന്നെ നിലനിൽക്കുന്നുണ്ട്. കക്കയം ഡാമിൽ റെഡ് അലേർട്ട് തുടരുകയാണ്. അവിടെ 758 മീറ്റർ അടിയിൽ ജലനിരപ്പ് എത്തുകയും ചെയ്തു. അതോടുകൂടി ഇപ്പോൾ ഡാമിന്റെ 2 ഷട്ടറുകൾ ഇപ്പോൾ 0.25 ഫീറ്റ് ഇപ്പോൾ ഉയർത്തിയിട്ടുണ്ട്. 2 ഷട്ടറുകൾ തുറന്നിട്ടുണ്ട് എന്ന് തന്നെ വേണം പറയാൻ. പുഴയോരത്തൊക്കെ താമസിക്കുന്ന ആളുകൾക്ക് ജാഗ്രതാ നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. നേരത്തെ പറഞ്ഞിരുന്നു, ഇന്നലെ രാത്രിയിൽ താമരശ്ശേരി ചുരത്തിലെ 4-ാം വളവിലും 9-ാം വളവിലും പാറയും അതുപോലെ തന്നെ മരവും വീണിരുന്നു. മരം ചുരം സംരക്ഷണ സമിതി പ്രവർത്തകർ ഇന്നലെ രാത്രിയോടെ തന്നെ മാറ്റി അവിടെ ഗതാഗതം പുനഃസ്ഥാപിച്ചു. എന്നാൽ പാറക്കല്ലും ഇപ്പോൾ ഫയർഫോഴ്സ് അടക്കമുള്ളവരെത്തി ഇന്ന് രാവിലെ ആ പാറക്കല്ലും അവിടെ നിന്ന് മാറ്റിയിട്ടുണ്ട്. ചുരം ഇപ്പോൾ പൂർണ്ണ ഗതാഗത യോഗ്യമാണ് എന്ന് തന്നെ പറയാം. കുറ്റ്യാടി മലയോര മേഖലകളിലും ഇന്നലെ കാര്യമായ പ്രശ്നങ്ങളുണ്ടായി. വൈദ്യുതി സംബന്ധമായ പ്രശ്നങ്ങളാണ് കുറെ കൂടെ കുറ്റ്യാടി മേഖലയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. വൈദ്യുതി തടസ്സമുണ്ടായി. ആ വൈദ്യുതിയെല്ലാം ഇപ്പോൾ KCB അധികൃതരെത്തി വൈദ്യുതിയെല്ലാം ഇപ്പോൾ പുനഃസ്ഥാപിച്ചുകൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. മലയോര മേഖലയിലൊട്ടാകെ KCBക്ക് ഈ രീതിയിൽ വലിയ നാശനഷ്ടങ്ങൾ സംഭവിക്കുന്നുണ്ട് എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. അതേപോലെ തന്നെ കോഴിക്കോടെ സാഹചര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണ്. ഈ വയനാട്ടിൽ ഇപ്പോൾ മഴ എങ്ങനെയുണ്ട്? അവിടെ ശക്തമായ കാറ്റും മഴയും ഒക്കെ ഉണ്ടോ? വയനാട് ജില്ലയിലേക്ക് വരുമ്പോൾ അതിശക്തമായ മഴ ഇന്നലെ വൈകുന്നേരം വരെ അതിശക്തമായ മഴ പെയ്തിരുന്നു. എന്നാൽ ഇന്നലെ അർദ്ധരാത്രിയോടുകൂടി വയനാട് ജില്ലയിലും കാര്യമായി മഴയില്ല. മഴയുടെ ശക്തി അല്പം കുറഞ്ഞു എന്നാണ് വയനാട്ടിൽ നിന്ന് വരുന്ന വിവരം. എന്നാൽ അവിടെ ഈ ബാണാസുര സാഗർ ഡാമിന്റെ ഷട്ടറുകളൊക്കെ ഇപ്പോൾ ഉയർത്തിയിട്ടുണ്ട്. KCB അധികൃതർ ഷട്ടറുകൾ ഉയർത്തുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. അതോടുകൂടി ആ ഭാഗത്ത് താമസിക്കുന്ന ആളുകൾക്കൊക്കെ ജാഗ്രതാ നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. ജില്ലയിൽ ഇന്ന് മതപഠന ക്ലാസുകൾക്കും ട്യൂഷൻ സെന്ററുകൾക്കും കളക്ടർ അവധിയും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ആ രീതിയിലുള്ള അറിയിപ്പും ജില്ലയിൽ നിന്ന് വന്നിട്ടുണ്ട്. അവിടെ തലപ്പുഴയിൽ ഭാഗത്തൊക്കെ വലിയ രീതിയിൽ മഴ പെയ്ത് ചില നാശനഷ്ടങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ട്. അത് ഇന്നലെ രാത്രിയിൽ സംഭവിച്ചതാണ്. അതൊക്കെ അവിടെ വൈദ്യുതി അടക്കം തടസ്സപ്പെട്ടതൊക്കെ അവിടെ പുനഃസ്ഥാപിച്ച് വരികയുമാണ്. കൂടുതൽ പ്രശ്നങ്ങളൊന്നും വയനാട് ജില്ലയിൽ ഇന്ന് രാവിലെയും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. പനംകുറ്റി ഉന്നതി പൂർണ്ണമായും ഒറ്റപ്പെടുന്ന സ്ഥിതിയിലേക്ക് പോവുകയാണ്. അതുകൊണ്ട് തന്നെ ഇത് മാറ്റിപ്പാർപ്പിക്കാന്നല്ലാതെ വേറെ മാർഗമില്ല. ഒരു ഭാഗത്ത് പുഴയും മറ്റൊരു ഭാഗത്ത് തോടുമായി ഒരു വഴിയടക്കം മുങ്ങിപ്പോകുന്ന രീതിയിലേക്ക് വരികയാണ്. വീടുകളിലേക്ക് മാറുന്ന കാഴ്ചയാണ് ഈ കാണുന്നത്. എന്തായാലും മാറ്റാന്നല്ലാതെ വേറെ മാർഗം നമ്മുടെ മുമ്പിലില്ല. വയനാട് ജില്ലയിലെ വിവിധ സ്ഥലങ്ങളിലുണ്ടായ മഴക്കെടുതിയുടെ കാഴ്ചകളാണ് പ്രേക്ഷകർ കാണുന്നത്. ആളുകളിലൊക്കെ വലിയ രീതിയിലൊരു ആശങ്കയും നിലനിൽക്കുന്നുണ്ട്. ഇപ്പോൾ ജില്ലയിൽ മഴ അർദ്ധരാത്രി മുതൽ അത്ര കാര്യമായിട്ട് പെയ്യുന്നില്ല എന്നൊരു വിവരമാണ് ഇംതിയാസ് നമ്മളോട് പങ്കുവച്ചത്. ഇനിയും ദുരന്തങ്ങൾ ഉണ്ടാകാതിരിക്കട്ടെ എന്നുള്ളതേ നമുക്കും പറയാനുള്ളൂ. നമ്മുടെ പ്രേക്ഷകരും പല സ്ഥലങ്ങളിൽ എവിടെയൊക്കെയാണ് മഴയുള്ളത്, അവരുടെ അവസ്ഥ എന്താണ് എന്നുള്ളത് പറയുന്നുണ്ട്. അപ്പോൾ പ്രത്യേകിച്ച് ഒരിക്കൽ കൂടി എടുത്തു പറയുകയാണ്, ഈ മുന്നറിയിപ്പുകളൊക്കെ നൽകിയിട്ടുള്ള ജില്ലക്കാർ പ്രത്യേകം ജാഗ്രതാ നിർദ്ദേശങ്ങളൊക്കെ പാലിക്കുക. വെള്ളപ്പൊക്ക ഭീഷണിയും ഒക്കെ ഉള്ള ഇടങ്ങളുണ്ട്. അവിടങ്ങളിലുള്ളവരൊക്കെ തന്നെ ആ നിർദ്ദേശങ്ങൾ കൃത്യമായി പാലിക്കുക. മാറി താമസിക്കാൻ ഇടമുള്ളവരൊക്കെ അവിടേക്ക് മാറി താമസിക്കുക. കൃത്യമായ മുന്നൊരുക്കങ്ങൾ എടുക്കുക എന്നുള്ളത് തന്നെയാണ്